വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഷാരോനിലെ റോസാപ്പൂവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉത്തമഗീതം 2-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ ഷാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരയിലെ താമരപ്പൂവുമാകുന്നു. ഇന്ന് പിതാവായ ദൈവം നിങ്ങളിൽ ഓരോരുത്തർക്കും ഷാരോനിലെ റോസാപ്പൂവ് നൽകാൻ ആഗ്രഹിക്കുന്നു. അത് മനോഹരവും സുഗന്ധമുള്ളതുമായ ഒരു റോസാപ്പൂവാണ്. അതുല്യവും വിലപ്പെട്ടതുമായ ഒരു റോസാപ്പൂവ്, രക്തം പുരണ്ട ഒരു റോസാപ്പൂവ്. ആ റോസാപ്പൂവ് നമ്മുടെ കർത്താവും രാജാവുമായ യേശുവാണ്. ബൈബിൾ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇത് യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള കാട്ടുപൂക്കളെ നോക്കൂ, എന്നാൽ ഷാരോനിലെ റോസാപ്പൂവിനെ ശ്രദ്ധയോടെയും ഭക്തിയോടെയും നോക്കൂ. യേശുക്രിസ്തുവിനെ പ്രകാശമുള്ളതും പ്രഭാത നക്ഷത്രവും എന്ന് വിളിക്കുന്നു. അവനെ ആത്മാവിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കുന്നു. എൻഗേഡിലെ മുന്തിരിത്തോട്ടത്തിലെ മൈലാഞ്ചി പൂക്കളുടെ ഒരു കൂട്ടം എന്നാണ് അവനെ വിശേഷിപ്പിക്കുന്നത്. അവനെ മൂറിൻ്റെ ഒരു കെട്ട്, സുഗന്ധമുള്ള സുഗന്ധദ്രവ്യം, മനോഹരമായ ഒരു ആപ്പിൾ മരം എന്നും വിളിക്കുന്നു. തിരുവെഴുത്തിലെ ഈ ഒരു സ്ഥലത്ത് അവനെ ഷാരോനിലെ റോസാപ്പൂവ് എന്ന് വിളിക്കുന്നു. അവനെ ശ്രദ്ധാപൂർവം പരിഗണിക്കുക. നമ്മുടെ കർത്താവായ യേശുവിനെ നമുക്ക് എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? തിരുവെഴുത്ത് പറയുന്നു, എൻ്റെ പ്രിയൻ വെളുത്തതും ചുവപ്പ് നിറമുള്ളവനും 10,000-ൽ പ്രധാനിയുമാണ്. ഇത് ഉത്തമഗീതം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. അതെ, അവൻ സർവാംഗ സുന്ദരനാണെന്ന് ഉത്തമഗീതം 5-ാം അധ്യായം 16-ാം വാക്യത്തിലും കാണപ്പെടുന്നു. സ്കൂളിലെ തൻ്റെ അധ്യാപകന്റെ മേശയിലെ പുഷ്പപാലത്തിനായി തൻ്റെ തോട്ടത്തിൽ നിന്ന് ദിവസവും ധാരാളം റോസാപ്പൂക്കൾ കൊണ്ടുവന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. ആ അധ്യാപകൻ മറ്റൊരു സ്കൂളിലേക്ക് മാറിയതിനു ശേഷവും ആ കുട്ടി അദ്ദേഹത്തിന് വേണ്ടി റോസാപ്പൂക്കൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അവ കാണുമ്പോഴെല്ലാം അധ്യാപകന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നാൽ ഒരു ദിവസം ആ കുട്ടി ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. അപ്പോൾ അധ്യാപകൻ വിലപിച്ചു, അയ്യോ, ഞാൻ അവന് യേശുവിനെ നൽകാൻ പരാജയപ്പെട്ടു. ഷാരോനിലെ റോസ്. യേശു വെറുമൊരു റോസാപ്പൂവല്ല, അവൻ ഷാരോനിലെ റോസാപ്പൂവാണ്. ഷാരോൻ എന്ന വാക്കിന്റെ അർത്ഥം ഒരു തുറന്ന സമതലം എന്നാണ്. ഉയർന്ന തുറന്ന സമതലത്തിൽ വളരുന്ന ഒരു റോസാപ്പൂവ് എല്ലാവർക്കും കാണാൻ കഴിയും. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക്, ധനികരോ ദരിദ്രരോ ആകട്ടെ, അടുത്തു വന്ന് അതിൻ്റെ സുഗന്ധം ആസ്വദിക്കാനും അതിൻ്റെ മനോഹരമായ ദളങ്ങളെ അഭിനന്ദിക്കാനും അതിന് കഴിയും. യേശു എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നഗര കവാടത്തിന് പുറത്ത് അവൻ കഷ്ടപ്പെട്ടു എന്ന് എബ്രായർ 13-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. മുഴുവൻ ലോകത്തിനും വേണ്ടി അവൻ തൻ്റെ വിലയേറിയ രക്തം ചൊരിഞ്ഞു. ഇന്നും അവൻ ഷാരോനിലെ റോസാപ്പൂവിന്റെ സുഗന്ധം പരത്തുന്നു. ദൈവമക്കളെ, യേശു ഷാരോനിലെ റോസാപ്പൂവായി തുറന്ന വയലിൽ നിൽക്കുന്നതിനാൽ പാപിയോ കഷ്ടപ്പെടുന്നവനോ ആയ ആർക്കും അവൻ്റെ അടുക്കൽ വന്ന് മോചനവും സമാധാനവും സ്വീകരിക്കാൻ കഴിയും. ഇക്കാരണത്താൽ അവൻ ഇന്ന് നിങ്ങളെ സ്നേഹപൂർവ്വം വിളിക്കുന്നു. ആ വിളിക്കായി നമുക്ക് കാതോർക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ന്യായാധിപന്മാർ 13, 14, 15 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 6-ാം അധ്യായം 27 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.